ഇന്നലെ വരെ ചടയമംഗലത്തിന്റെ ഈ മണ്ണിൽ മനസ്സോടെ നിറഞ്ഞ പുഞ്ചിരിയുമായി നിറഞ്ഞു നിന്നിരുന്ന സതീഷിനെ കക്ഷിരാജ്യത്തിനധീനമായി എല്ലാവർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വളരെ പ്രിയപ്പെട്ടവൻ ആയിരുന്നു. ആരോടും മുഖം കറുത്ത് സംസാരിക്കാൻ സുധീഷിന് അറിയില്ല. സുധീഷ് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രമേ പ്രതികരിക്കാറുള്ളൂ, ചിരിച്ചുകൊണ്ട് സംസാരിക്കാറുള്ളൂ. ആ സുധീഷിനെ അത് ജന്മനാട് നൽകുന്ന അന്ത്യോപചാരങ്ങളാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട ഞങ്ങൾ മത്സരിക്കാൻ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായ സഖാവ് സുധീഷ് എന്നറിയിച്ചു എങ്കിൽ ഇന്നൊരു നാടിൻ്റെ പ്രിയപ്പെട്ട സുധീഷ്, ആ സുധീഷിനെ വളരെ കണ്ണീരോടെ ഒരു നാട് യാത്ര ആയിരിക്കുന്ന തത്സമയ ദൃശ്യമാണ്. 35 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീ സുധീഷ് ഒരു വീടിൻ്റെ മുഴുവൻ ആശ്രയമായിരുന്നു സുധീഷ്. ഒരു അമ്മയുടെ സംരക്ഷകൻ ആയിരുന്നു സുധീഷ്. അല്പസമയത്തിനുള്ളിൽ കൈലി ആഡിറ്റോറിയത്തിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് കിളിമാനൂരിലെ സമുദ്രതീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ചടയമംഗലത്തിൻ്റെ ഒരു നാട് എല്ലാ വിഭാഗീയതകൾക്കും ഒരു മനസ്സോട് ഒരു ചിന്തയോടെ നിന്ന് സുധീഷിയുടെ യാത്രയായി കൊണ്ടുവരികയാണ്. ഇപ്പോൾ സുധീഷിൻ്റെ ഓർമ്മകളുമായി ചടയമംഗലത്തിലെ കഴിഞ്ഞ ദിവസമാണ് അതിദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെ ഭാഗമായി സുധീഷ് കൊല്ലപ്പെടുന്നു. ദീർഘകാലമായി SFI DYFI രംഗത്തുകൂടി പ്രവർത്തിച്ച് അഞ്ചക്കോടയിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ SFIയുടെ സജീവ പ്രവർത്തകനായി പൊതുരംഗത്തേക്ക് വരികയും അത് കഴിഞ്ഞതിന് ശേഷം ചടയമംഗലത്ത് CITUവിൻ്റെ തൊഴിലാളിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ചടയമംഗലത്ത് വെച്ചുണ്ടായിട്ടുള്ള അതിദാരുണമായിട്ടുള്ള ദുരന്തത്തിൽ സഖാവ് സുധീഷ് കൊല ചെയ്യപ്പെടുന്നത്. തീർച്ചയായും പൊതുജനാധിപത്യ പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ CITU രംഗത്തെയും വലിയ തീരാ നഷ്ടമാണ് ചടയമംഗലത്തുകാർക്കുണ്ടായിട്ടുള്ളത്. സുധീഷിൻ്റെ ദാരുണമായിട്ടുള്ള കൊലപാതകത്തിൽ CPIM ചടയമംഗലം ലോക്കൽ കമ്മിറ്റി അങ്ങേയറ്റത്തെ പ്രതിഷേധവും അതുപോലെ തന്നെ അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. സഖാവ് സുധീഷിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസിലേക്ക് കയറ്റുന്ന തത്സമയമാണ്. അവിടെ ഏകദേശം 1 മണിക്കൂറിനകത്ത് ഉള്ള ശേഷം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കിളിമാനൂർ സമുദ്രതീരം ക്രിമിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകും. ഒരു നാടിൻ്റെ അന്ത്യോപചാരം ഏറ്റുവാങ്ങി നിശബ്ദനായി, ഒരു നാടിൻ്റെ കണ്ണുനീർ വാങ്ങി നിശബ്ദനായി സുധീഷ് ചടയമംഗലത്തിൻ്റെ മണ്ണിൽ നിന്നും യാത്രയാവുകയാണ്. ആ യാത്രയപ്പിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. വലിയ പറഞ്ഞ ഇവിടെ ഒരു ചിന്താഗതികൾക്കും ഒരു രാഷ്ട്രീയ ചിന്താഗതികൾക്കും ഒരു ചിന്താഗതികൾക്കും വഴങ്ങാതെ ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിന്ന് കണ്ണുനീരോടെ വേദനയോടെ പല സുഹൃത്തുക്കളും പൊട്ടിക്കരയുന്നുണ്ട്, പല അമ്മമാർ പൊട്ടിക്കരയുന്നുണ്ട്, പല സഹോദരിമാർ ഒപ്പം നിന്നിരുന്ന തൊഴിലാളി പ്രവർത്തകർ അങ്ങനെ എല്ലാവരും വളരെ വേദനയോടെ വളരെ ദുഃഖത്തോടെ ചടയമംഗലം കൈരളി ആഡിറ്റോറിയത്തിൽ നിന്നും ചേർന്നവർ ഇപ്പോൾ സുധീഷിൻ്റെ ഭൗതിക ശരീരം സുധീഷിൻ്റെ വീട്ടിലേക്ക് യാത്രയാവുകയാണ്. അന്ത്യോപചാരം
അർപ്പിക്കുന്നതിന് വേണ്ടി കൈരളിയിലെ പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തത്സമയം പൂർണ്ണമാവുകയാണ്. ഒരു നാട്ടുകാരും ഒന്നിച്ചു നിന്ന് യാത്രാമൊഴി നൽകിയ സതീഷിന് സാക്ഷി TV-യുടെ എല്ലാവിധ അനുശോചനങ്ങളും ആദരാഞ്ജലികളും വളരെ വേദനയോടെ വളരെ ദുഃഖത്തോടെ അറിയിച്ചുകൊണ്ട് ഈ തത്സമയം നിർത്തുന്നു. നന്ദി, നമസ്കാരം.